നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊന്നിനെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് MOT മാത്രം ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടാറുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. വണ്ടി എടുക്കുമ്പോൾ MOT കാര്യമാക്കേണ്ട ഒരു കാര്യമാണോ? അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഒരു പുതിയൊരു വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ ആ വണ്ടിക്ക് MOT ആവശ്യമില്ല. നോർത്തേൺ അയർലൻഡിലാണെങ്കിൽ അത് 4 വർഷം വരെ പോകും. മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ഇയർലി തോറും വർഷം തോറും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ഷൻ ചെക്കാണ് MOT എന്നുള്ളത്. MOT 1 വർഷം വാലിഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ വണ്ടി എടുക്കരുത്. അത് പറയാൻ പറ്റുന്നതല്ല. കാരണം ഒരു വാഹനത്തിൻ്റെ ഏകദേശം 21ഓളം ഇൻസ്പെക്ഷൻസ് ആണ് ഈ MOT ചെക്കിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ അണ്ടർ ബോഡി റസ്റ്റ് കയറിയിട്ടുണ്ടോ, പിന്നെ ചേസിന് വല്ല ഡാമേജ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ബ്രേക്ക്, ഇങ്ങനെയുള്ള 21ഓളം ഇൻസ്പെക്ഷൻ ചെക്കാണ് ഈ MOTയിൽ വരുന്നത്. ഈ വർഷം തോറും നടത്തി വരാനുള്ള MOTയിൽ വരുന്നത്. എന്നാൽ അതിൽ പെടാത്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ക്ലച്ച്, പിന്നെ എൻജിൻ, പിന്നെ ഗിയർ ബോക്സ്. അതുകൊണ്ടാണ് MOT വാലിഡ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ പോയി ഒരു വാഹനം എടുക്കരുത് എന്ന് ഞാൻ പറയാറുള്ളത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് MOTയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്യൂൽ സിസ്റ്റം, സീറ്റ് ബെൽറ്റ്, സീറ്റ്, മിറർ, വെഹിക്കിൾ സ്ട്രെച്ചർ, വിൻഡ് സ്ക്രീൻ, ബോണറ്റ് ക്യാച്ച്, ഹോൺ, നമ്പർ പ്ലേറ്റ്, ലൈറ്റ്സ്, ഐഡന്റിഫിക്കേഷൻ നമ്പർ, വിൻ നമ്പർ, സസ്പെൻഷൻ, ബ്രേക്ക്, ഇൻസ്ട്രുമെന്റ് പാനൽ, ഡോർ, സ്റ്റിയറിംഗ്, ടയർ ആൻഡ് റോഡ് വീൽസ്, ടോയിൻ ഹുക്ക്, എക്സോസ്റ്റ് ആൻഡ് എമിഷൻ. ഇങ്ങനെ 20ഓളം കാര്യങ്ങളാണ് MOTയിൽ ചെക്ക് ചെയ്യുന്നത്. ഇതിലെവിടെയും ക്ലച്ച്, ഗിയർ ബോക്സ്, എൻജിൻ എന്നിവ വരുന്നില്ല എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് MOT ചെക്ക് ലിസ്റ്റ് വണ്ടി എടുക്കാൻ പോകുന്ന നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വാഹനത്തിൻ്റെയും MOT സ്റ്റാറ്റസ് നമ്മൾ UK ഗവൺമെൻറ് സൈറ്റിൽ നോക്കിയാൽ നമുക്ക് MOT ഹിസ്റ്ററി കിട്ടും. ഈ വാഹനത്തിൻ്റെ 21ഓളം പോയിന്റ് ചെക്കപ്സ് ആണ് ഈ MOTയിൽ വരുന്നത്. ഇതിൽ ഏതൊക്കെയാണ് മൈനറിൽ അവരിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മൈനർ ഏതൊക്കെ അടുത്ത വർഷം മേജർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ മൈനർ എഴുതുന്ന എന്താന്ന് വെച്ചാൽ, ഇത് ചിലപ്പോൾ മേജർ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, എന്നാലും അവർ മൈനറിൽ എഴുതും. MOT പാസ്സാക്കാനൊക്കെ ആയിട്ട് മൈനറിൽ എഴുതും. ഇത് നമ്മൾ കാര്യമാക്കാതെ ഈ വണ്ടി നമ്മൾ എടുക്കുന്നു. വണ്ടി നമ്മൾ എടുത്തിട്ട് നമ്മളത് റൺ ചെയ്യുന്നു. 1 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ MOTക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ MOT ഫെയിലിയർ ആവും. MOT ഫെയിലിയർ ആകാൻ ഉള്ള കാരണം മറ്റൊന്നുമല്ല, അന്ന് മൈനറായിട്ട് ഉണ്ടായിരുന്ന ഈ റസ്റ്റ് പ്രോബ്ലം ഇതിപ്പോൾ മേജറായി കാണും. അങ്ങനെ മേജറായിട്ട് ഈ വണ്ടി MOT ഫെയിലിയർ ആകും. അപ്പം നമ്മളിത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് MOT ഇത് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് ലോസ് ആകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൂടി വണ്ടി ഇൻസ്പെക്ട് ചെയ്യണം. അണ്ടർ ബോഡിയിൽ ഇൻസ്പെക്ട് ചെയ്യണം. നോക്കിയ ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് വലിയ തോതിലുള്ള കാശ് നഷ്ടം ഉണ്ടാകും. നമുക്കത് MOT പേപ്പറിൽ മൈനറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 കംപ്ലൈൻറ്റ് മൈനറിൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ 10 നമ്മൾ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. ഇത് ഏതൊക്കെ മേജർ ആവാൻ അടുത്ത വർഷം, ഇത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു MOT മാത്രം പാസ്സായാൽ പോരല്ലോ, അടുത്തൊരു MOTയും കൂടെ നമുക്ക് പാസ്സാവണമല്ലോ. അപ്പോൾ ഈ ഒരു 10 കംപ്ലൈൻറ്റ് മൈനറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ മേജർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഈ മേജർ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ ഓക്കെ ആക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ അറിയുന്ന ആളുകളോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രം പോയി ഒരു വണ്ടി എടുക്കുക. പല മലയാളികൾക്കും ഇവിടെ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, MOT വാലിഡ് ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം, 1 വർഷം MOT ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം വണ്ടി എടുത്തിട്ട് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ 8 വർഷത്തോളം മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റീസെയിൽ വാല്യൂവും അത്യാവശ്യം പാർട്സ് ക്വാളിറ്റി ഒക്കെ നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ 2 ബ്രാൻഡുകളെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഒന്ന് ടൊയോട്ടയും പിന്നെ ഒന്ന് ഹോണ്ടയും. ബാക്കിയൊക്കെ ഓക്കെ എന്നുള്ള ലെവലാണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യൂസ്ഡ് കാർ, 2 കാറുകൾ നല്ല അടിപൊളി കാറുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 2 എണ്ണമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത ആളുകൾക്ക് ഉണ്ടാവും. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അതൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് അവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത്
MOT മാത്രം ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊരു വണ്ടി എടുക്കാതിരിക്കുക. നമ്മൾ പോയി വണ്ടി നോക്കുക, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അല്ലാതെ നിങ്ങളൊരു MOT മാത്രം വിശ്വസിച്ച് ഒരു വണ്ടി എടുക്കരുത്. അങ്ങനെ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഇവിടെ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. പല ആളുകളുടെ അനുഭവം കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.